മലപ്പുറം താനൂരില് രണ്ട് പെൺകുട്ടികള് പിന്നെ വീട് വിട്ടിറങ്ങിയിട്ട് മുംബൈയിൽ പോയി എന്നുള്ളതാണ് അല്ലേ. വലിയ വാർത്തയാണ്. കാരണം പിന്നെ വീട്ടിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ കാണുന്നില്ല. പ്രത്യേകിച്ച് 18 വയസ്സ് പോലും തികയാത്ത പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കാണുന്നില്ല എന്നുള്ള വാർത്ത വളരെ വലിയ രീതിയിൽ പ്രചരിച്ചു. മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. എല്ലാ ആളുകളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ തുടർന്നു. എന്തായാലും മലപ്പുറം ജില്ല തിളങ്ങി നിൽക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ ഖൈർ. എല്ലാ ഇപ്പൊ ഡ്രഗ്സ് പിടിച്ച കേസിലാണെങ്കിലും ശരി, ഇനിയിപ്പോ എന്ത് ലഹരി കേസാണെങ്കിലും ശരി, ഒരു ബസ്സുകാരൻ അടിച്ച കേസാണ്, എന്ത് കേസിലാണെങ്കിലും ഓരോ ജില്ലക്കും അതിന്റെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതെ, കൊല്ലം ജില്ല വേറെ പല കാര്യങ്ങൾ കൊണ്ട് കൊല്ലം ജില്ല മുന്നിട്ട് നിൽക്കുമ്പോൾ മലപ്പുറം ജില്ല ഇപ്പോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വെഞ്ഞാറമൂട് തിരുവനന്തപുരം ജില്ല ഉണ്ട്. പിന്നെ ഇപ്പൊ അവസാനം നടന്നിട്ടുള്ള ഇപ്പോ മറ്റേ താമരശ്ശേരി മലപ്പുറം ജില്ലയിലെ താനൂർ ഭാഗത്ത് രണ്ട് പെൺകുട്ടികൾ വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം നേരെ പോയത് ധാരാവി എന്നൊന്നും പറയണില്ല. എന്തായാലും മുംബൈയിൽ പോയി എന്നാണ്. മുംബൈ അത് കേട്ടപാട് ഞാൻ കമന്റ് കൊടുത്ത് എന്തെന്നറിയോ, അൽഹംദുലില്ലാ ഖൈർ, ജീവനോടുണ്ടല്ലോ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ കമന്റ് കൊടുത്തപ്പോ അതിന് ആളുകൾ ഇങ്ങനെ ശരിയാണ് ജീവനോടുണ്ടല്ലോ. മൻസൂർ വേറെ കാര്യമുണ്ട്, ഈ പെൺകുട്ടികൾ നേരെ പോയി മുംബൈയിൽ ഇറങ്ങിയിട്ട് നേരെ പോയത് ഒരു ബ്യൂട്ടി പാർലറിലാണ്. അതായത് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അവര്. അല്ല, പിന്നെ ഇത് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരെന്തോ യാത്രാപ്രേമികളാണെന്നാണ്. ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ലോകം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ചെറിയ കുട്ടികളാണെന്നുള്ളതാണ്. അല്ലാണ്ട് മുംബൈയിൽ കാണാൻ പോകേണ്ടത്, ഡൽഹിയിൽ കാണാൻ പോകേണ്ടത്. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യം അല്ലെ, മുംബൈയിലാണ് അവർക്ക് യാത്രയും വലിയ തിരുപാടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കി. പിന്നെ മുംബൈയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തനതായിട്ടുള്ള ഒരുപാട് ട്രഡീഷണൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഹെയർ കട്ട് ചെയ്ത് എന്തിനായിരിക്കും അവിടെ പോയിട്ട്? 90s കിഡ്സ് എന്നുള്ളത് നമുക്ക് പറയുള്ളത് തന്തവയവാണല്ലോ. ഇതൊക്കെ പറയുള്ളത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മയരുവാൻ കൊടുക്കുമ്പോൾ വീട്ടിലെത്തിലേക്കണ്ടല്ല, ഉള്ളു തീയായിരിക്കും. വീട്ടിൽ കയറി ബാപ്പ ഇല്ലാതെ കാരണം ഇപ്പൊ ഇല്ല. ഇപ്പൊ ഗൾഫിലാണെങ്കിലും ഉമ്മ മഗ്‌രിബിന്റെ സമയത്ത് സ്കൂൾ വിട്ട് 5 മണി മാക്സിമം, അതിലേക്ക് 5:30 മണി, അതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്ത് കാരണമായാലും ഒരു അടി ഉറപ്പാണ്. അതെ, നമ്മളെ ജില്ല വിട്ടിട്ട്, നമ്മളെ പഞ്ചായത്ത്, നമ്മളെ മണ്ഡലം വിട്ടിട്ട് പോവാൻ തന്നെ പേടിയായിരിക്കും. പക്ഷെ ഇതിന് വേറെ കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടികളുടെ ഒരു വോയിസ് അത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ പ്ലേ ചെയ്യാം. ആ പെൺകുട്ടികൾ പറയുന്നത് ആ ഒരു വീട്ടിൽ വലിയ മാനസിക സംഘർഷം, ശാരീരിക സംഘർഷം ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു വീഡിയോ എനിക്ക് മനസ്സിലായത്, ഒരു ഓഡിയോ എനിക്ക് മനസ്സിലായത്. ഇന്നലെ രാത്രി ഞങ്ങൾ മുത്തായം കഴിക്കുന്ന സമയത്തൊക്കെ ഈ പെൺകുട്ടികൾ ലൊക്കേഷൻ മുംബൈയിൽ ഏതോ ഒരു സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഭയങ്കര ചർച്ചയാണ്, ചാനലുകളൊക്കെ ബ്രേക്കിംഗ്. തീർച്ചയായിട്ടും. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവർ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണത്? ഭയപ്പെടുന്നതല്ല, അത് സത്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ചിലപ്പോ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവും. അതായത് 18 വയസ്സിൽ എന്തിനു മാറി നിൽക്കണം? അവർ ചിലപ്പോ വീട്ടിൽ വലിയ രണ്ടുപേരുടെ വീട്ടിൽ പ്രശ്നങ്ങളാണ് ചേർന്നത്. അല്ല, ഒരു കുട്ടിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും, അപ്പൊ മറ്റേ കുട്ടി സപ്പോർട്ട് ചെയ്തായിരിക്കും. അതായത് അത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. പെൺകുട്ടികളുടെ കൺസെപ്റ്റ് വളരെ മോശം. എനിക്കത് ആ വോയിസ് 18 തികഞ്ഞു, 18 അയക്കണ എന്ന് പറയുമ്പോൾ ഇവര് വന്ന് ലോകം കീഴടക്കി. ഇല്ല സാറേ, ഞങ്ങൾക്ക് 18 അയക്കുന്നതാണ്. അതായത് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടികളെ വിളിക്കുമ്പോൾ കുട്ടികളെ പ്രതികരണം കേട്ടോ വളരെ പുച്ഛം തോന്നി പെൺകുട്ടികളുടെ. എനിക്ക് ഒരു മോളുണ്ട്, എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാ. അപ്പൊ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളുടെ? ഇപ്പം ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ, അത് ശരി. പ്ലസ് 1 പ്ലസ് 2 ആണോ മോള്? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. +2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്താ ഞങ്ങൾ വീട്ടുകാർക്ക്, ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങൾ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തിൽ വരും. നമ്മൾ അടിക്കലായാലും അതെ. എനിക്ക് മനസ്സിലാച്ചാല് നമ്മള് കേരളത്തില് പൊതുവെ വീട്ടുകാരെ, അതായത് ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതാണ്. ഇപ്പൊ വെഞ്ഞാറമൂട്ടിൽ ആ ചെക്കൻ സ്വന്തം വീട്ടുകാർ, ഉമ്മാന്, വാപ്പാന്റെ സഹോദരന് എല്ലാരും കൊല്ലണ്, വീട്ടുകാരെ ശത്രുവാക്കി മാറ്റുക അല്ലെ? ഇതിന് നോക്കാൻ വീട്ടുകാരെ ശത്രുവാക്കി മാറ്റുകയാണ്. വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് അവര് സ്വന്തം ഉമ്മയാണ്
എന്തിനാണ് സ്വന്തക്കാരെ വീട്ടുകാരെ സ്വന്തം ചോരകളെ എന്തിനാണ് ശത്രുക്കളാക്കിയിട്ട് പൊതുമുറ്റത്തിൽ കാണിക്കുന്നത്? നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങൾക്ക് ഒരു ചോരയും നീരും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പുറത്തു പോവാനും വരാനും എല്ലാത്തിനും സഹായിച്ചത് ഈ വീട്ടുകാരും മാതാപിതാക്കളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മത്തരം നിങ്ങളെ ബുദ്ധിന്റെ ആ ഒരു പക്വത ഇല്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനുസരണക്കേട് അതായത് നിങ്ങൾക്കത് പോരാ എന്ന് തോന്നുമ്പോഴാണ് വീട്ടുകാർ ശത്രുക്കളാക്കി മാറ്റുന്നത്. ഈ പെൺകുട്ടി പറഞ്ഞിട്ടില്ല, ഇതിൽ എനിക്ക് തോന്നുന്നത് ഇത് ആദ്യത്തെ സംഭവം എന്നല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടി പറയുന്നുണ്ട് ഇതിന് മുൻപും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഞാൻ ഇതിന് മുൻപ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുൻപും ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ട്, വീട്ടുകാരെ പിടിച്ചിട്ടുണ്ട്, വീട്ടുകാരെ പിടിച്ച് സ്വാഭാവികമാണ്. കാരണം എന്തിനാണ് കുട്ടികൾ അടിക്കുന്നത്? അല്ല, സ്വാഭാവികമാണ്. അതായത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. അതവർ ചെയ്യുകയും ചെയ്യണം. ഇപ്പൊ ഈ കുട്ടി എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ അടിച്ചിട്ടുണ്ടാവും, ഉമ്മ അടിച്ചിട്ടുണ്ടാവും, ഉപ്പ അടിച്ചിട്ടുണ്ടാവും. സ്വാഭാവികം. മക്കളെ വളർത്തേണ്ട നാട്ടുകാരല്ലല്ലോ, മക്കളെ വളർത്തേണ്ടത് വീട്ടുകാരാണ്, മാതാപിതാക്കളാണ്. അധ്യാപകർക്ക് ലിമിറ്റ് ഉണ്ട്, നാട്ടുകാർക്ക് ലിമിറ്റ് ഉണ്ട്, ബാക്കിയുള്ള ബന്ധപ്പെട്ട ആളുകൾക്ക് ലിമിറ്റ് ഉണ്ട്. കുട്ടികളെ ശാസിക്കലും സ്നേഹിക്കലും പരിഗണിക്കലും ഇണക്കം പിണക്കൊക്കെ വീട്ടിലുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ്. അതിനൊക്കെ നാട് വിട്ടിട്ട് അങ്ങ് ദൂരെ പോയിട്ട് അവർ തന്നെ ഞങ്ങൾക്ക് 17 വയസ്സല്ല 18 ആയിട്ടുണ്ട്, ഇതെന്താണ് ഈ 18 ആയി കഴിഞ്ഞാൽ എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത്? 18 ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ലൈസൻസ് എടുക്കാം, വോട്ട് ചെയ്യാമെന്ന് മാത്രം. അതായത് മെച്യൂരിറ്റി ആയി, പ്രായപൂർത്തിയായി, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയി എന്നുള്ളൊരു ഒരു പൊതുബോധം അവര് ജനങ്ങളിലേക്ക് ഇട്ട് നൽകുകയാണ്. അതായത് സാറേ ഞങ്ങൾക്ക് 17 വയസ്സല്ല, ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 ആയിട്ടുണ്ട്, +2 ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അപ്പോ ഇത് മാതാപിതാക്കളെ തള്ളിപ്പറയിലും മാതാപിതാക്കളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു ട്രെൻഡായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇനിയിപ്പോ ഇതിന്റെ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങള് ഈ മാതാപിതാക്കൾ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു ഒറ്റ വോയിസ് ആണ്. അല്ല, ഈ മാതാപിതാക്കളെ മക്കളെ തള്ളി പറയൂ? ഇല്ല. ആ ഹോസ്പിറ്റൽ വെഞ്ഞാറമൂട് കൊലപാതകത്തിൽ പോലീസുകാർ വീണ്ടും ആ സ്ത്രീയോട് ചോദിച്ചപ്പോ കട്ടിൽ നിന്ന് വീണതാണ് സാറേ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അത് ഉമ്മമാർ അങ്ങനെ തന്നെയാണ്. മക്കളെ തല്ലിയാലും ശരി എന്താക്കിയാലും അറിയാലോ, മാതൃസ്നേഹം ചേർത്ത് പിടിക്കുകയോ ചെയ്യുള്ളൂ. ഈ പെൺകുട്ടികളൊക്കെ 18 വയസ്സ് തികഞ്ഞിട്ടും 5 വയസ്സിന്റെ ബുദ്ധി പോലും ഇല്ലാതെ സംസാരിക്കുമ്പോ ഇവരൊക്കെ എങ്ങനെയാണ് മനസ്സിലായത്? ഇതിന്റെ ഒക്കെ ഒരു മുഖ്യ കാരണം എന്താ നമുക്കറിയാം. ഒന്നാമത്തെ കാരണം ഇവർ ചിലപ്പോൾ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഒരുപാട് നമ്മൾ ആരും പേര് പറയാനില്ല കേട്ടോ, ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചിലപ്പോൾ ഒരു യൂട്യൂബിൽ വീഡിയോസ് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഒരുപാട് ആളുകളുടെ ലൈഫ് യൂട്യൂബിലൂടെ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഞങ്ങളിപ്പോൾ സെൽഫായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത്തരത്തിലുള്ള മെസ്സേജുകൾ, ഇത്തരത്തിലുള്ള വീഡിയോസ് യൂട്യൂബിലൂടെ കാണുന്നത് വഴി ഇവർക്കൊരു സെൽഫായിട്ടുള്ളൊരു മോട്ടിവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇനിയിപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഞാനിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും എനിക്ക് സ്വന്തമായിട്ട് ജീവിക്കാം, സ്വന്തമായിട്ട് ഇൻകം സ്വന്തമായിട്ട് നമ്മൾ സംരക്ഷിക്കാൻ ഈ സമൂഹത്തിലെ ആളുകളുണ്ട്. ഏറ്റെടുക്കാനും ഇന്റർവ്യൂ ചെയ്യാനും അവരെ പുകഴ്ത്താനും സെലിബ്രിറ്റി ആക്കാനും പല യൂട്യൂബ് ചാനലുകളുണ്ട് ഇവിടെ. അതെ, യൂട്യൂബ് ചാനലുകളുണ്ട്. ഇനിയിപ്പോ ചിലപ്പോൾ യൂട്യൂബ് ചാനലുകൾ വിരച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യും, അത് വേറെ കാര്യം. ഏതായാലും നമ്മൾ പറയുന്നത് എത്രേ ഉള്ളൂ, പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കളോട് പറയാനുള്ളത്, വീട്ടുകാർ നിങ്ങളെ തല്ലി വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വീട്ടുകാർ നിങ്ങൾക്ക് മേൽ എന്തെങ്കിലും നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ അവകാശമാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്, മാതാപിതാക്കൾക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമാണ്. ഇതില് കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് 36 ആയിട്ടുള്ള എന്റെ അമ്മ ഇന്നലെയും കൂടെ എന്നെ തല്ലി എന്നാണ്. അതൊരു സ്ത്രീയാണ് പറഞ്ഞത്. മക്കൾ എത്ര വലിപ്പം വെച്ചാലും മാതാപിതാക്കൾക്ക് കയറൂല. അതെ. പിന്നെ ഈ 18 വയസ്സായിട്ടുള്ള പെൺകുട്ടിയെ ശകാരിച്ചു അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു അടിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മളെ കേരളത്തിലെ ഒരു നന്നാവാനല്ല അടിക്കണത്. ഇനി അതായത് ഈ 2 പെൺകുട്ടികൾ പോയത് അത് ആരും ഇമിറ്റേറ്റ് ചെയ്യാനോ അതാരും ഇമിറ്റേറ്റ് ചെയ്ത് കണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. 18 വയസ്സ് എന്ന് പറഞ്ഞത് വോട്ട് ചെയ്യാനും ലൈസൻസ് എടുക്കാനുള്ള ഒരു ഏജ് മാത്രമാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾക്കുള്ള ലൈസൻസ് അല്ല. പക്വത എന്ന സാധനം നിങ്ങൾക്ക് മരണം വരെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അതെ, അപ്പൊ അത്തരത്തിലുള്ള പക്വത നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കുക. റമദാൻ മാസത്തിൽ പ്രാർത്ഥിക്കുകയാണ്.